ആത്മീയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം, സ്നേഹം. ഹോങ്കോങ്ങിലൊരു മീഡിയം ലെവൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ 2 കസ്റ്റമേഴ്സ് വരുന്നു. അവർ വെൽ ഡ്രസ്ഡ്, ലേറ്റസ്റ്റ് ട്രെൻഡി ഡ്രസ്സ് ഇട്ടിട്ട്, പക്ഷേ ഡീസൻ്റ് ആയിട്ടുള്ള ജീൻസ്, ടീഷർട്ട് പോലുള്ള ഓവർകോട്ടൊക്കെ ഇട്ടിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് 2 പേര് വരുന്നു. ആര് കണ്ടാലും ഒരു വല്ല സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണോ എന്ന് കൂടി തോന്നാം. അത്ര ഒരു ഹാൻഡ്സമായിട്ടുള്ള 2 പേര് വരുന്നു. അവർ 2 ചായ ഓർഡർ ചെയ്യുന്നു. ഹോങ്കോങ്ങിലൊക്കെ അറിയാമല്ലോ, വ്യത്യസ്തമായ ടേസ്റ്റ് ചായകൾ അവർ സെർവ് ചെയ്യും. അതിൽ ബെസ്റ്റ് ചായ, വില കൂടിയ 2 ചായ അവർ ഓർഡർ ചെയ്യുന്നു. ചായ കൊണ്ടുവന്ന് വെച്ച ഉടനെ ആ സെർവ് ചെയ്ത സെർവറിനെ വളരെ സ്നേഹത്തോടെ നോക്കി 2 പേരും താങ്ക് യു എന്ന് പറയുന്നു, പുഞ്ചിരിക്കുന്നു. ആ ചായ കാണുമ്പോൾ വളരെ സന്തോഷിച്ച് ആ ചായ കാണുന്നു. അത് കഴിഞ്ഞ് വളരെ ക്ഷമയോടെ ആ ചായ 2 കൈകൾ കൊണ്ടും എടുത്ത് അവർ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇവർ ഓർഡർ ചെയ്ത ഈ ചായയുടെ കപ്പിൽ ഹാൻഡിലില്ല. 2 കൈ കൊണ്ടുമാണ് അത് കുടിക്കുന്നത്. അവർ ഓരോ സിപ്പും അത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തതും ആ കപ്പിൽ നിന്ന് ഒരു തുള്ളി പോലും പുറത്ത് വരരുത്, അത്രയും സൂക്ഷ്മമായി, ഒരു ആവശ്യമില്ലാണ്ട് ഒന്നും സംസാരിക്കാണ്ട് അവർ 2 പേരും ആ ചായയെ മാത്രം നോക്കി അങ്ങനെ ഓരോ സിപ്പും രുചിച്ച് കുടിക്കുകയാണ്. അങ്ങനെ 2 പേരും ചായ കുടിച്ച് കഴിഞ്ഞു. വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞ് സർവറിനോട് ബില്ല് കൊണ്ടുവരാൻ പറയുന്നു. അവർ പണം കൊടുക്കുന്നു. അവർ പുറപ്പെടുന്ന സമയം ഇതെല്ലാം ദൂരത്ത് നിന്ന് ക്യാഷ് കൗണ്ടറിൽ ആ റെസ്റ്റോറൻറ്റ് ഓണർ അവിടെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം ഇതെല്ലാം നോട്ട് ചെയ്തിട്ട് ഈ 2 പേരും അടുത്ത് പോയി പറഞ്ഞു, അവരുടെ ലാംഗ്വേജിൽ, നമസ്തേ, ഞാൻ നിങ്ങളുടെ കൂടെ വരികയാണ്. അപ്പോൾ അവർ നിങ്ങൾ എൻ്റെ കൂടെ വരേ, എന്തിനാണ് ഞങ്ങളുടെ കൂടെ വരുന്നത്, നിങ്ങൾ ആരാണ്? ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ഓണറാണ്, നിങ്ങളാണ് എൻ്റെ ഗുരു. ഞങ്ങൾ ഗുരുക്കൾ, എന്താ നിങ്ങൾ പറയുന്നത്? അല്ല, നിങ്ങൾ വന്നു, ആവശ്യമില്ലാത്ത നോട്ടങ്ങളോ സംസാരങ്ങളോ ഒന്നുമില്ല, നിങ്ങൾ ആരെയും നോക്കിയില്ല, ആരെയും നിങ്ങളുടെ നോട്ടങ്ങളോണ്ട് ഉപദ്രവിച്ചില്ല. നിങ്ങൾ നടന്നു വന്നത് ചിലപ്പോൾ ഭൂമിക്ക് പോലും വേദനിക്കരുതേ എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം. അത് ചൈനീസ് കപ്പിലാണ് നിങ്ങൾ ചായ കുടിച്ചത്, ഹാൻഡിൽസ് ഉണ്ടായിരുന്നില്ല. സോ 2 കൈ കൊണ്ടും വളരെ സൂക്ഷ്മമായിട്ട് ഒരു തുള്ളി പോലും താഴെ കളയാതെ നിങ്ങൾ ചായ കുടിച്ചു. ചായ ഓരോ തുള്ളിയും, നിങ്ങൾ ഓരോ സിപ്പും നിങ്ങൾ അത്രത്തോളം രുചിച്ച് കഴിച്ചു. ആവശ്യമില്ലാത്ത ആൾക്കാരെ എവിടെയും തിരിച്ച് നോക്കിയില്ല. ഈ സർവറിനോട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും നിങ്ങൾ സംസാരിച്ചു. നിങ്ങൾ 2 പേരുമാണ് എൻ്റെ ഗുരു. അപ്പോൾ ഈ 2 പേരിങ്ങനെ നോക്കി ചിരിക്കാൻ തുടങ്ങി, സ്നേഹത്തോടെ പുഞ്ചിരിക്കാൻ തുടങ്ങി. നിങ്ങളല്ലേ സെൻ ഗുരുക്കന്മാർ, നിങ്ങൾ സെൻ ഗുരുക്കന്മാരല്ലേ, നിങ്ങളെന്താ വേഷം മാറിയിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു. അവരും ചിരിച്ചു കൊണ്ട് ഒരു ചെറിയ, അദ്ദേഹത്തിന് 40-35 വയസ്സ് കാണും, ഏകദേശം സമപ്രായക്കാരാണ്. അപ്പോഴേക്കും മോൻ, അയാളുടെ ഈ റെസ്റ്റോറൻറ്റ് ഓണറിൻ്റെ മോൻ ഓടി വരും. എന്താണ് വെച്ചാൽ അങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നല്ലോ. അതേപോലെ ഞാൻ എന്നോട് പറഞ്ഞിരുന്നല്ലോ ഞാൻ നല്ലൊരു ഗുരുവിനെ അന്വേഷിച്ചിരിക്കുകയാണെന്ന്. ഗുരു എപ്പോഴും നമ്മളെ തേടി വരുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു, ഇവരാണ് എൻ്റെ ഗുരു എന്ന് എൻ്റെ ഉൾമനസ്സ് പറഞ്ഞു. അവർ പുഞ്ചിരി കൊണ്ടെല്ലാം സമ്മതിച്ചു. ഞാൻ കഴിഞ്ഞ മാസം തന്നെ വില്ലെല്ലാം എഴുതി വെച്ചിരുന്നു, താക്കോൽ എല്ലാം നിന്നിട്ട് തന്നു. ഇനി ഹാൻഡ് ഓവർ ചെയ്യാനൊന്നുമില്ലല്ലോ മോനെ, ഞാൻ ഗുരുക്കന്മാർ മാത്രം കാത്തിരിക്കുകയാണ് പോകാനായിട്ട്, ഞാൻ പോയി വരട്ടെ മോനെ, എല്ലാ അനുഗ്രഹങ്ങളും എന്ന് പറഞ്ഞ് ഈ 2 പേരുടെ കൂടെ, ആ 2 ഗുരുക്കന്മാരുടെ കൂടെ അവർ പോയി. ഈ 2 ഗുരുക്കന്മാരെ പറ്റി പറയുമ്പോൾ ഇവർ സെൻ ഗുരുക്കളാണ്. സെൻ മതത്തിനെ പറ്റിയുള്ള ഒരു വളരെ സൂക്ഷ്മമായ ഒരു കാര്യം മാത്രം പറയാം. സെൻ ആൾക്കാർ എപ്പോഴും, ഇപ്പം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നു,
ഇവിടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒഴിച്ച് ബാക്കിയൊന്നും എൻ്റെ ചിന്തയിലില്ല. അപ്പം നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഈ ശബ്ദം കാതുവഴി കേട്ട് ഗ്രഹിക്കുന്നത് ഒഴിച്ച് ബാക്കിയൊന്നും ചിന്തയിലില്ല. അത്ര അറ്റ്മോസ്റ്റ് ഫോക്കസും കോൺസെൻട്രേഷനുമാണ് ഈ സെൻ മതത്തിൽ. ആ ഓരോ നിമിഷം, ഒരു സെക്കൻഡ് അതിൽ മാത്രം അവർ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അവർക്കൊരിക്കലും പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവ്വകാലം, നമ്മുടെ ദുഃഖകഥകളും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മുടെ ആങ്സൈറ്റിയോ പേടി അതൊന്നുമല്ല. ഒരു നിമിഷത്തിന് മുമ്പ് നടന്നതുപോലെ അവർ അതിനെപ്പറ്റി കോൺസെൻട്രേറ്റ് ഒരു മൈൻഡിൽ വരില്ല. ഒരു നിമിഷം മുമ്പ് നടന്ന കാര്യമോ ഇനി ഒരു നിമിഷം നമ്മൾ അടുത്ത് എന്ത് ബസ്സിലാണ് പോകാൻ പോകണേ, എന്ത് ട്രെയിനിലാണ് പോകാൻ പോകണേ, അതുകൂടി അവരൊക്കെ അത് ചിന്തിക്കില്ല. ദ ഗിവൻ പോയിന്റ് ഓഫ് ടൈം അതിലാണ് അവർ കോൺസെൻട്രേഷൻ ചെയ്യുന്നതും. അതുകൊണ്ടാണ് അവരെപ്പോഴും എന്തിലും സന്തോഷമായിരിക്കുന്നത്. ആ കപ്പ് പോലും ആ ചൈനീസ് കപ്പ് എടുക്കാൻ കാരണം അത്രത്തോളം കോൺസെൻട്രേഷൻ അവർ അതിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് എന്തിലും കോൺസെൻട്രേഷനും ഫോക്കസും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും സക്സസ് ആയിരിക്കും. അതുകൊണ്ട് ഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇരുൾ അകറ്റുന്ന ഒരു ദൈവത്തിൻ്റെ ഏഞ്ചൽ എന്നൊക്കെ പറയാം അല്ലേ. അതാണ് നമ്മുടെ ഗുരുവിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനിയൊരു ഗുരുവിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് മൂലം അദ്ദേഹം ഒരു ആത്മീയ, ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും ഇവരൊരു ആത്മീയ ഗുരുവാണെന്നോ അല്ല ആത്മീയത പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ പോലും തോന്നുന്നില്ല. വളരെ ഫാഷനായിട്ടുണ്ടാവും, നല്ല സ്റ്റൈലായിട്ടുണ്ടാവും. പുള്ളിക്കാരൻ എങ്ങനെ തുടങ്ങിയതെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച വരെ ജോലി ചെയ്യും, ശനിയാഴ്ച അങ്ങനെ ഓരോ അമ്പലങ്ങൾക്ക് പോകും. അങ്ങനെ പോയി അവസാനം ഹിമാലയത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ ആദ്യം പുള്ളിക്കാരൻ പോണ സമയത്ത് എന്നോട് പറഞ്ഞു, സുരേഷ് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് പോകണം, എനിക്ക് ഹിമാലയത്തിൽ ആരെങ്കിലും പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഗൈഡ് ചെയ്താൽ കൊള്ളായിരുന്നു, അവിടെ പോയി ഒന്ന് കാണാനും ഗൈഡ് ചെയ്യാനും ഒന്ന് അവിടെ താമസിക്കാനൊക്കെ. പെട്ടെന്ന് എനിക്ക് അപ്പോഴൊന്നും അത്ര പേരെനിക്ക് അറിയില്ല. ഇപ്പോഴൊക്കെ കുറച്ച് പേരൊക്കെ അറിയാം, പക്ഷെ അപ്പോഴൊന്നും എനിക്ക് അത്ര അറിയില്ല. അപ്പോൾ എൻ്റെ വേറൊരു സുഹൃത്തിനോട് ചോദിച്ച് ആ സുഹൃത്ത് മൂലം ഒരു കത്ത് കിട്ടി. ആ കത്തും കൊണ്ട് അവിടെ എല്ലാം ഒരു ആശ്രമത്തിലേക്ക് ഇവൻ നേരെ പോവുകയാണ്. ഇവരൊരു ടൂറിന് പോകുന്ന പോലെയാണ് പോകുന്നത്. അവിടെ പോയി രാത്രി തന്നെ പോയി റീച്ചായി 4 മണിക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ ഗുരുവിനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ റിസീവ് ചെയ്യുന്നതും അവന് പെട്ടിയെടുത്ത് ഉള്ളിൽ വെക്കുന്നതൊക്കെ ഒരാളാണ്. അപ്പോൾ അയാളോട് ചോദിച്ചു, ഇവിടുത്തെ ഈ ആശ്രമത്തിലെ ഗുരു ആരാണ്, എനിക്കൊന്ന് കാണണം, അദ്ദേഹത്തിന് ഈ കത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കത്ത് തരൂ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ അർത്ഥത്തിൽ തരുമെന്ന് ചോദിച്ചു. കത്ത് വായിച്ചു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്കുന്ന ഗുരു ഞാൻ തന്നെയാണ്. ഇവനാകെ തകർന്നു പോയി. ഇവനെ എല്ലാവരും ഒരു വേലക്കാരനെ പോലെ എല്ലാം ചെയ്തു കൊടുത്തു. പെട്ടിയെടുത്ത് ഉള്ളിൽ വെച്ച് കൊടുത്തു, പിന്നെ റൂം ഇതാണെന്ന് കാണിച്ചു കൊടുത്തു, എല്ലാം ചായയോ കാഫിയോ കൊണ്ടുവന്ന് ചൂടായിട്ട് സെർവ് ചെയ്തു. ഇതിൽ തന്നെ ആകെ അവൻ തകർന്നു. അവൻ്റെ ഈഗോ, താൻ വലിയ യാത്രക്കാരനാണ്, MBA പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ പഠിച്ച സ്കൂളിനെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് വലിയൊരു അഹങ്കാരമൊക്കെ ഉണ്ട്, ആ സ്കൂളിൽ പഠിച്ച ആളാണ്, നല്ല അവന് മാറി. അത് കഴിഞ്ഞ് ഇനി എൻ്റെ അസിസ്റ്റൻസ് വന്ന് നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഹിമാലയത്തെ പറ്റി അറിയണമെങ്കിലോ അതിലെങ്കിലൊക്കെ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും, നിങ്ങളുടെ കൂടെ സമയം ചെലവ് ചെയ്യും. ഞാൻ കുറച്ച് വയസ്സിനാണല്ലോ, ചെറുപ്പക്കാർ നിങ്ങളുടെ പ്രായത്തിലുള്ള എൻ്റെ ശിഷ്യന്മാർ വരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരൊക്കെ വന്ന് എൻ്റെ സുഹൃത്ത് ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു 9 മണി 10 മണി വരെയൊക്കെ ഇരുന്ന് സംസാരിച്ച്. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയും, നാളെ കാലത്ത് ഒരു 8 മണിക്ക് നിങ്ങൾ വരൂ, ഇവിടെ ഒക്കെ കാലത്ത് ഐസ് പോലെ ആയിരിക്കും, ഞാൻ അതുകൊണ്ട് വെള്ളം ചൂടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പാത്രങ്ങൾ കൊണ്ടുവന്ന് ഞാനാണ് ചെയ്യാറ്. അതിൻ്റെ എല്ലാ ചെറിയ ജോലികളും ഞാനാണ് അവിടെ ചെയ്യുക. ഗുരു പറഞ്ഞിട്ട് ഞാൻ പീഠത്തിലിരിക്കുന്ന ആളല്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു 8 മണിക്ക് നിങ്ങൾ വരും, ഞാൻ വെള്ളം ചൂടാക്കിയിട്ട് ഞാൻ തരാം, നിങ്ങൾ കുളിച്ചോളൂ, അത് കഴിഞ്ഞ് നമുക്ക് ആഹാരം കഴിക്കാം, അത് കഴിഞ്ഞ് സത്സംഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ ഗുരു കറക്റ്റായിട്ട് 8 മണിക്ക് തന്നെ വെച്ചോട് വെള്ളവും എടുത്ത് അവിടെ ബക്കറ്റിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇയാളെ കാണാനില്ല. എൻ്റെ സുഹൃത്ത് ഉറങ്ങുകയാണ് ക്ഷീണം കൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു 8:30 മണി 9 മണിക്കാണ് ഈ ശിഷ്യന്മാർ ഈ ഗുരുവിനെ അറിയാണ്ട് പോയി വാതിൽക്കൽ മുട്ടിട്ട് ഇങ്ങനെ ഗുരു 5 or 6 പ്രാവശ്യം വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ബക്കറ്റ് ഒഴിക്കുന്നു, തിരിച്ചും ഐസാകുന്നു,
ഒന്ന് വേഗം വരൂ, ഗുരുവാണ് ചെയ്യുന്നത്, ഞങ്ങൾക്കൊക്കെ വിഷമമായിട്ടുണ്ട്, വേഗം വരുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് ഓടിപ്പോയി, കാലിൽ വേണം ഗുരുവെ ഇങ്ങനെ ക്ഷമിക്കണം എന്നൊക്കെ അത് സാരില്ല, അതിനെന്താണ്, കുഴപ്പമില്ല, ഒരിക്കലും അതൊന്നും വിഷമിക്കണ്ട, അത് നിങ്ങൾ ഉറങ്ങിപ്പോയതല്ലേ, ക്ഷീണം കൊണ്ടല്ലേ, സാരമില്ല എന്ന് പറഞ്ഞ് അപ്പോഴേക്കും വീണ്ടും അദ്ദേഹം പോയിട്ട് വലിയ ബക്കറ്റിൽ വെള്ളം ചൂടാക്കിയിട്ട് അദ്ദേഹം തന്നെ ചുമന്ന് കൊണ്ടുവന്ന് ബക്കറ്റിൽ വെച്ച് വേഗം കുളിച്ചോളൂ എന്ന് പറഞ്ഞു. കുളിച്ചൊക്കെ പുറത്ത് വന്ന് അങ്ങനെ വീണ്ടും ഒരു ശിഷ്യ വന്ന് ചായ കൊടുക്കുന്ന സമയത്ത് ചായ കുടിക്കുമ്പോഴാണ് പുള്ളിക്കാരൻ 18-20 പ്രാവശ്യം ഈ ഗുരു വെള്ളം ചൂടാക്കി കൊണ്ട് അവിടെ ഒഴിച്ചു. ഇനി അവൻ പറയുകയാണ്, സുരേഷ് ഇനി ഞാൻ എന്തിനാ ഹിമാലയത്തിൽ യാത്ര ചെയ്യുന്ന വലിയൊരു പാഠം എനിക്ക് കിട്ടി. എന്ന് ചോദിച്ചാൽ എന്താണ് പാഠം? നോക്കൂ, അദ്ദേഹത്തിൻ്റെ പേഷ്യൻസ്. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു 1-2 പ്രാവശ്യം ചെയ്യും, 3ാമത്തെ പ്രാവശ്യം നമ്മൾ ചീത്ത പറയില്ലേ, നമ്മൾ വഴക്ക് കൂടില്ലേ, പുറത്താക്കില്ലേ വന്ന ആൾക്കാരെ. ഞാനാണെങ്കിൽ ഒന്നും പൈസ കൊടുത്തിട്ടില്ല, ഒക്കെ ഫ്രീ ആണ്, എനിക്ക് ഒറ്റ പൈസ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്നെ എത്രത്തോളം സ്നേഹിക്കാൻ അദ്ദേഹം ആരാണ്, എൻ്റെ സ്വന്തം മാതാപിതാവാണോ അല്ല അനുജനാണോ ചേട്ടനാണോ ആരുമല്ല. എനിക്ക് അദ്ദേഹം വേറെ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. ക്ഷമ എന്നുള്ളത് സ്നേഹത്തിനേക്കാളും ഉയർന്നത് ക്ഷമയാണെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്. ഒരു മുഖത്തിലോ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലോ ഒന്നും എന്നോടൊരു ദേഷ്യമില്ല. അത് കഴിഞ്ഞ് ഞാൻ ആഹാരം കഴിക്കാൻ പോയപ്പോഴും അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇത് ഇന്ന ആഹാരമാണ്, ഇത് ഇന്ന വെജിറ്റബിൾ ചെയ്താണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് അത്ര സ്നേഹമായിട്ട് സംസാരിച്ചു. എനിക്ക് ഓരോ നിമിഷവും പവിത്രമായിട്ട് തോന്നി. വേറെ ഒന്നും എനിക്ക് തോന്നിയില്ല. അന്ന് എനിക്ക് എന്തൊക്കെയോ പ്രോഗ്രാം അവർ ഫിക്സ് ചെയ്തു. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, എൻ്റെ ഗുരുവിൻ്റെ കൂടെ ഞാൻ ഇനി 2-3 മണിക്കൂറിൽ സംസാരിക്കണം എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം മുഴുവനും ക്ഷമ, പേഷ്യൻസ്, ലോങ് പേഷ്യൻസ് എന്ന് പറയും. ബൈബിളിലൊക്കെ ദീർഘക്ഷമ എന്നൊരുന്നുണ്ട്. ക്ഷമിക്കുക വേറെ, പക്ഷെ ദീർഘക്ഷമ. ആ ദീർഘക്ഷമ അദ്ദേഹം ഈ ഗുരു തൻ്റെ ജീവിതത്തിൽ സാധാരണക്കാരനോട്, എൻ്റെ സുഹൃത്താരോ ഒന്നും വലിയ ഗുരുവോ ഒന്നുമല്ല, സാധാരണ ഒരു യാത്രികനായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, പുള്ളിക്കാരൻ നല്ല ഇപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട്. പല ഗുരുക്കന്മാരെയും പോയി കണ്ടിട്ടുള്ള അനുഭവങ്ങളൊക്കെ അദ്ദേഹം ബുക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗുരുക്കന്മാരുടെ പല കാര്യങ്ങളും നമുക്ക് കാണാം. പക്ഷെ ഇനിയൊരു രഹസ്യമായൊരു കാര്യം, രഹസ്യമല്ല, വളരെ സൂക്ഷ്മമായൊരു കാര്യം എൻ്റെ ഗുരു പറയാറുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരിക്കൽ പോയപ്പോൾ ഇവിടെ ചെന്നൈയിലൊരു ഗുരു, കുറേ ഗുരുക്കന്മാരുണ്ട്, പത്രിജിയും മുഖ്യമായൊരു ഗുരുവൊക്കെയാണ്. ബുദ്ധനെ പറ്റി ഇന്നലെ പറഞ്ഞു. നമുക്ക് ആരെ കാണുമ്പോഴും എല്ലാവരിൽ നിന്നും ഓരോന്നും പഠിക്കാനുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം പ്രപഞ്ചം മുഴുവനും ഗുരുക്കന്മാരായിട്ടാണ് കാണുന്നത്. പക്ഷേ സ്പെഷ്യലായിട്ടുള്ള നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ നമ്മൾ ടീച്ചേഴ്സ് ഗുരു എന്ന് ഞാൻ തമാശക്ക് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരിക്കലും ഞാൻ പോയപ്പോൾ, സുരേഷ് ആ റൂമിൽ പേനുണ്ട് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അത് ബെഡ്റൂമായിരുന്നു. അപ്പോൾ ബെഡ്റൂം വാതിലൊക്കെ തുറന്നിട്ടുണ്ട്, ജനലൊക്കെ തുറന്നിട്ടുണ്ട്. ഞാൻ പോയി പേനെടുക്കാൻ നോക്കിയപ്പോഴുണ്ട് ഒരു 4-5 ഗുരുക്കന്മാരുടെ ഫോട്ടോ ബെഡ്റൂമിൽ. അപ്പോൾ ഞാൻ പോയി ചോദിച്ചത്, എന്താ സാർ ഇത് 4-5 ഗുരുക്കന്മാരുടെ ഫോട്ടോ ബെഡ്റൂമിൽ വെച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അതിനെന്താ ബെഡ്റൂമിൽ വെച്ചാൽ എന്താണ്? തമാശക്ക് ചോദിച്ചു. ഞങ്ങളിതെന്താ, ഞങ്ങളുടെ സ്വന്തം വീടല്ലേ, ഇതെന്താ ഇതിൽ നമ്മുടെ കാലത്ത് ഇരിക്കുമ്പോൾ ഗുരുക്കന്മാരെ കാണണ്ടേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറച്ച് നേരം ഗുരുവിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരൊറ്റ വരിയിൽ പറഞ്ഞു, ഗുരു വെച്ചാൽ എത്ര ത്യാഗം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയോ സുരേഷ്? നിങ്ങൾ ഗുരുവല്ലേ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ഗുരു എന്ന് പറഞ്ഞാൽ പേര് രാജാറാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഒരു ബ്രാഹ്മണനാണ്. എൻ്റെ കൂടെ ഭഗവത്ഗീത ക്ലാസ്സിനൊക്കെ വരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം പറയാൻ എന്നെ സുഹൃത്തെന്ന്, പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഗുരു എന്നാണ് വിളിക്കുള്ളൂ. ഭീം ഗ്രൂപ്പിൽ കൂടി ഒരിക്കൽ വന്നു, 1-2 പ്രാവശ്യം വന്നു അദ്ദേഹം, ഞാൻ വിളിച്ചിട്ട് വന്നു. വലിയ അനുഗ്രഹമായിരുന്നു അത്. അപ്പോൾ ഭയങ്കര തമാശക്കാരനാണ്, നമ്മളെ ചിരിപ്പിച്ച് വയറ് വേദനിപ്പിക്കും. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ തിരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞതിൽ ഞാൻ ഒരു കാര്യം മാത്രം ഗുരുവിനെ പറ്റി അദ്ദേഹം പറഞ്ഞ് ഞാൻ പറയാം. അദ്ദേഹം പറയുകയാണ്, ഒരു ശിഷ്യൻ ഇങ്ങനെ കുറേ കോയിൻസ്, ഒരു 5 ലക്ഷത്തിൻ്റെ കോയിൻസ്, 5 രൂപ 10 രൂപയുടെ കോയിൻസ് ചുമന്നുകൊണ്ട് പോകാൻ നിൽക്കുക. ഗുരുവിൻ്റെ അനുഗ്രഹം എന്തിനാണ് സംബന്ധിച്ചാൽ ഗുരുവിനെ കാണണം. അപ്പോൾ അനുഗ്രഹിക്കുമ്പോൾ എനിക്ക് ഭാരമായിട്ടെന്ന് പറയുമ്പോൾ, അതിനെന്താ മോനെ വിഷമിക്കേണ്ടത്, അത് 5 ലക്ഷം അല്ലേ, ഈ 5 ലക്ഷം പണം പോക്കറ്റിൽ വെച്ചോളൂ, ആ കോയിൻസൊക്കെ തരൂ, ഞാൻ ചുമന്ന് പോകാമെന്ന്. നീ പോക്കറ്റിൽ ഈ പ്രിൻറ്റഡ് നോട്ട്സ് 5 ലക്ഷം ഈ 2 പോക്കറ്റിൽ വെച്ചേക്ക്,
നീ നടന്നു പോയിക്കോ, ഞാൻ ഇത് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആ കോയിൻസും ചുമന്നു പോകുന്ന ഒരു മനസ്സുള്ള ആളായിരിക്കണം ഗുരു. അതാണ് ഗുരു എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര പവിത്രമായൊരു സ്നേഹമാണെന്ന് നോക്കൂ. ഇദ്ദേഹം ഈ ചെന്നൈയിലുള്ള ഈ ഗുരുവൊക്കെ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നത് എനിക്കത് പറയാൻ വയ്യ. ഒരിക്കലും ഞാൻ എന്തെങ്കിലും പോയി നമ്മൾ ഇന്നത് വേണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടെങ്കിൽ ഉടനെ തരാനായിട്ടും അദ്ദേഹം ഭാവിക്കും. അയ്യോ വേണ്ട വേണ്ട നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് അകന്നു പോകണം. അങ്ങനെ നല്ല സ്നേഹം മാത്രം, എന്തും തരാനായിട്ടുള്ള ആ മനസ്സ് അത് അപൂർവമാണ്. കാരണം അദ്ദേഹത്തിന് അത്രത്തോളം വലിയ 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 ഗുരുക്കന്മാരുടെ അളവില്ലാത്ത കൃപ, അനുഗ്രഹം, ഗൈഡൻസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും പത്രിജിയുടെ ഗുരു, അദ്ദേഹം നമ്മളെയൊക്കെ ഗോഡ് ഫ്രണ്ട്സ് എന്നൊക്കെ വിളിക്കുന്നത് അതുകൊണ്ട് എങ്കിലും നമുക്ക് ശ്വാസമാണ് ഗുരു എന്ന് പറയും. നമ്മുടെ കൂടെ ജനിക്കുന്ന ദിവസം, നമ്മൾ ജനിച്ച ദിവസം മുതൽ നമ്മുടെ അവസാനത്തെ ദിവസം വരെ ഈ ഭൂമിയിൽ നമ്മൾ ഈ ബോഡിയിലുള്ള കാലം നമ്മൾ വെക്കേറ്റ് ചെയ്യുന്നത് വരെ നമ്മുടെ കൂടെയുള്ള സുഹൃത്താണ് നമ്മുടെ ശ്വാസം എന്ന ഗുരു. എങ്കിലും ഈ ശ്വാസം എന്ന ഗുരുവിനെ പരിചയപ്പെടുത്തി തന്ന പത്രിജിയെ നമുക്ക് സ്മരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട എല്ലാ ഗുരുക്കന്മാരും, നമ്മുടെ അമ്മ ആദ്യത്തെ ഗുരുവാണെന്ന് ഞാൻ കാണുന്നത്. എൻ്റെ അമ്മ എനിക്ക് ഗുരുവാണ്. ഇതിഹാസങ്ങളിൽ നിന്നും എല്ലാം കഥകളും, അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസത്തിനെല്ലാം എൻ്റെ അമ്മ. പിന്നെ സ്നേഹത്തിന്, അതീതമായ സ്നേഹത്തിന് എൻ്റെ പിതാവ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ അല്ലേ? മാതാപിതാക്കന്മാർ, ഗുരുക്കന്മാർ, നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാർ, സഹോദരന്മാർ, അങ്ങനെ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രത്യേകം ടീച്ചേഴ്സ് ഗുരുവിനെ നമുക്ക് വളരെ സ്നേഹത്തോടെ സ്മരിക്കാം. പക്ഷെ നമുക്കറിയാത്ത കാര്യങ്ങൾ, വയസ്സ് വ്യത്യാസമൊന്നും ഇല്ലാണ്ട് ആരും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഓരോ സമയവും നമ്മുടെ ഇരുട്ടകറ്റുന്നു. ആ ഇരുട്ടകറ്റുന്ന സ്നേഹത്തിനെ നമ്മൾ ഗുരു എന്നും പറയാം. അതുകൊണ്ട് നമുക്കങ്ങനെ നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സമയം ചെലവ് ചെയ്ത് നമുക്ക് അറിവ് തന്ന, നമുക്ക് വിവേകം തന്ന, ജ്ഞാനം തന്ന എല്ലാവരെയും നമുക്ക് സ്നേഹത്തോടെ സ്മരിക്കാം. ആ സ്നേഹം നമുക്ക് അനുഗ്രഹമായിരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹം, ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.